സൈനിക ചെക്ക് പോയിന്റ് സ്ഥാപിക്കുന്നതിനെ ചൊല്ലിയുള്ള സംഘർഷത്തെ തുടർന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ് നിലനിന്നിരുന്നത്. ഈ സാഹചര്യത്തിൽ 25 ദിവസത്തിന് ശേഷം തോർഖാം അതിർത്തി വീണ്ടും തുറന്നതിൽ ജനങ്ങൾ സന്തുഷ്ടരാണ്. ഈ വിഷയത്തിൽ ഇരുപക്ഷത്തെയും നേതാക്കൾ തമ്മിൽ ചർച്ച ചെയ്ത് ധാരണയിലെത്തി. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിലാണ് തോർഖാം അതിർത്തി കടന്നുപോകുന്നത്. ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ആളുകൾക്ക് കടന്നുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രോസിംഗ് പോയിന്റാണ് തോർഖാം. പ്രതിദിനം 10,000-ത്തിലധികം ആളുകൾ ഈ വഴി ഉപയോഗിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇതൊരു പ്രധാന വ്യാപാര മേഖല കൂടിയാണ്. തോർഖാം വഴി പ്രതിദിനം 25 കോടിയിലധികം രൂപയുടെ വ്യാപാരം നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അഫ്ഗാൻ സൈന്യം ഒരു പ്രധാന സിവിലിയൻ റൂട്ടിൽ ഒരു ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അഫ്ഗാൻ സൈന്യത്തിന്റെ ഈ നടപടി പാകിസ്ഥാനിലെ പൊതുജനങ്ങൾക്കിടയിൽ ശക്തമായ എതിർപ്പിന് കാരണമായി. തങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാന മേഖലകൾ കൈവശപ്പെടുത്താനുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ ശ്രമത്തോടുള്ള എതിർപ്പ് അവർ പ്രകടിപ്പിച്ചു. ഇതേ തുടർന്ന് തോർഖാം അതിർത്തി അടച്ചിടാൻ പാകിസ്ഥാൻ സർക്കാർ ഉത്തരവിടുകയായിരുന്നു. ഇതിനെ ചൊല്ലി അഫ്ഗാൻ പാകിസ്ഥാൻ സൈന്യങ്ങൾ തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലിന് കാരണമായി. സംഭവത്തിൽ ഒരു അഫ്ഗാൻ സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തു. സംഭവം ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തിയിൽ കടുത്ത സംഘർഷത്തിന് കാരണമായി. ഇതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ ചർച്ചകളിൽ ഏർപ്പെട്ടു. തോർഖാം അതിർത്തി വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ചാണ് ചർച്ചകൾ നടന്നത്. ഒരു കരാറിലെത്തിയതോടെ 25 ദിവസത്തിന് ശേഷം തോർഖാം അതിർത്തി വീണ്ടും തുറന്നു. പ്രധാനപ്പെട്ട വ്യാപാര പാതയായ തോർഖാം അതിർത്തിയും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പ്രധാന പാതയും തുറന്നതിൽ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ സന്തുഷ്ടരാണ്.